ഹായ്. മാതാപിതാക്കളോടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത്. നമ്മളൊക്കെ ഞാനും ഒരു രക്ഷകർത്താവാണ്. മക്കളുണ്ട്. മക്കളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും, അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ്. ഒരു ഉദാഹരണത്തിന് അവരൊരു ഡ്രസ്സ് നമ്മളോട് ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. നമ്മളത് അവർക്ക് പറ്റിയതാണോ? ആ കളറ് നല്ലതാണോ? അവരുടെ അവരുടെ പൂർണ്ണമായും അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ആ ഡ്രസ്സ് വ്യതിരിക്തമാണോ, വേറിട്ട് നിൽക്കുന്നതാണോ, അവരുടെ ഇൻട്രസ്റ്റിനെ ക്യാറ്റർ ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഒരുപാട് സൂക്ഷ്മത കാണിക്കാറുണ്ട് നമ്മൾ, അല്ലേ? അതിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പിശുക്കും കാണിക്കാറില്ല. മാത്രമല്ല, നമുക്ക് ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നല്ലൊരു ഡ്രസ്സ് അവൾ ആവശ്യപ്പെട്ടത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് ഷൂവിന്റെ കാര്യത്തിലായാലും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന നമ്മൾ അവരുടെ ബുദ്ധിപരമായ ഇന്റലക്ച്വലായ ഗ്രോത്തിന് വേണ്ടി, കരിയർ ഗ്രോത്തിന് വേണ്ടി ഇത്രത്തോളം സൂക്ഷ്മത നമ്മൾ കാണിക്കാറുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. ഒരു നിമിഷം നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് 9ാം ക്ലാസ് മുതൽ അങ്ങോട്ട് വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ടൈമാണ്. 12ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഒരു തീരുമാനത്തിൽ എത്തണം. പല വിദ്യാർത്ഥികളും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വരുന്നുണ്ട്. പലരുടെയും കരിയറുകൾ തെറ്റിപ്പോയിട്ടാണ് ഇവിടെ വരുന്നത്. അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഷൂ എടുക്കുന്ന കാര്യത്തിലോ കാണിക്കുന്ന സൂക്ഷ്മതയുടെ 10-1 പോലും അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനുവേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ എൻട്രൻസ് 2 കൊല്ലമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിൽ മാറുന്നു. ഇംഗ്ലീഷിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷും ശരിയാവൂല, അതല്ലായിരുന്നു എൻ്റെ കരിയർ എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. നമ്മൾ ആകെ ബന്ധപ്പെട്ട് ഇടങ്ങേറായി ടെൻഷൻ അടിച്ച് അവരെ കുറിച്ച് പിന്നീട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കുന്നു. ഇത്തരം അവസാനം കതിരിന് വളമിടുന്ന പരിപാടി ശരിയല്ല. മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മളുടെ മക്കൾ. ആ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടത്തിലേക്കായി, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബിസിനസ് മോഡലല്ല കേട്ടോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ അതിനേക്കാൾ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മക്കളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച്, കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. അവർക്ക് പറ്റിയ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ കണ്ടെത്തി, കരിയർ ഗുരു ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കരിയർ ഡിസിഷൻ മേക്കിംഗ് ടെസ്റ്റും എന്ന 2 ടെസ്റ്റുകൾ, ദെൻ 3ാമതൊരു ടെസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ ഹോളിസ്റ്റിക് ആയ ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിയേഴ്സന്റെ ടെസ്റ്റ് ആണ്, ഗ്ലോബലി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ അവർക്ക് എന്തൊക്കെ പറ്റും, ഏതാണ് ഏറ്റവും നല്ലത്, അവരുടെ സ്കിൽസ് എന്താണ്, അവരുടെ പൊട്ടൻഷ്യൽസ് എന്താണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ ചോയ്സസ് ആണ് അവർക്ക് പറ്റുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ഇത്തരം ഒരു ടെസ്റ്റ് കണ്ടെത്തി അവരെ നടത്തി അവരെ കണ്ടെത്താൻ അവരെ തന്നെ സഹായിക്കുകയും അതുവഴി അവരൊരു മോട്ടിവേഷൻ, ഒരു കരിയർ ഓറിയന്റേഷൻ, ഒരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയൊരു നന്മ നമുക്ക് ചെയ്യാനില്ല. അത് ആലോചിക്കുക, ചിന്തിക്കുക, അനുയോജ്യമായ തീരുമാനമെടുത്ത് അവരെ നന്മയിലേക്ക്, നല്ലതിലേക്ക് നയിക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.